ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അതേപോലെ ഇവര് ആർട്ടിസ്റ്റുകളാണ്, അതേപോലെ ബ്രദർ സിസ്റ്റർ ആണ്. അപ്പോ ഒരു ലിപ് ലോക്ക് സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കണേ? ആൽബം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനി ഫീൽഡാണ്. അതും ഒരു കലയാണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒരു റിലേഷൻ വന്നാൽ, അങ്ങനത്തെ ഒരു അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു സീൻ ചെയ്യേണ്ട വന്നാൽ, ആർ യു ഓക്കെ രേണു? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന രേണു എന്ത് ചെയ്യും? ഓക്കെ, ലൈഫിലാണല്ലോ ബ്രദർ സിസ്റ്ററും. അതെ, മനസ്സിലായി. ഞാൻ അതാണ് പറഞ്ഞത്. അഭിനയിക്കേണ്ട അവസ്ഥ യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. നല്ലൊരു കഥയാണെങ്കിൽ ആ കഥാപാത്രത്തിന് ലിപ് ലോക്സിന് ആവശ്യമെങ്കിൽ നമ്മൾ ചെയ്യും. അതിന് ഒറ്റ വാക്കിന് എസ് പറഞ്ഞാ പോരെ? അല്ല. എത്ര ചുറ്റി മൂക്ക് ഇതാദ്യമേ പറഞ്ഞാ പോരെ. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ ചെയ്യും. അപ്പൊ അവിടെ ബ്രദർ സിസ്റ്റർ ഇല്ല. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഒരു വൈഫിന്റെ അടുത്ത് പല ആൾക്കാർ രേണുസുതിയും പ്രതീക്ഷയായിട്ട് ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പ് ആട്ടോ, നീ ലാസ്റ്റ് നിന്നെ ചതിക്കും, സത്യം മാത്രം ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. സ്വാഭാവികം. ഇപ്പൊ രേണു ഫേസ് ചെയ്യുന്ന ഒരു എയർ, ഇപ്പൊ എയറും താണ്ടി പോയി ചൊവ്വയും താണ്ടി എന്റെ അപ്പുറം അല്ലേ? അപ്പോ എപ്പോഴാ ബിഗ് ബോസിൽ പോകുന്നത്? നോക്കിയിരുന്നോ? നിങ്ങൾക്കൊരു ഇരട്ട പേരുണ്ട്, എന്താന്ന് അറിയോ? കേട്ടോ, കണ്ടായിരുന്നോ? ഇല്ല. ഇത്തിക്കണ്ണി. എന്തുള്ള പേരാണത്? ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആഗ്രഹമുണ്ടോ അതോ ഈ മൂവി തന്നെയാണോ താല്പര്യം? ഇല്ല, എനിക്ക് എല്ലാ പ്ലാറ്റ്ഫോമും നല്ല ആഗ്രഹമുള്ള. അതിമോഹമാണ് അതിമോഹം. ഈവൻ എനിക്കും പേഴ്സണലി ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഈവൻ ലാലേട്ടൻ വിളിച്ച് വെൽക്കം ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 7 ഉണ്ടാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം.